കുറച്ച് ഗോസ്റ്റ് റൈഡർ, കുറച്ച് ലയർ പിന്നെ കുറച്ച് കാന്താര, അങ്ങനെ ഒരുപാട് സിനിമയുടെ എലമെന്റ്സിനെ മിക്സ് ചെയ്ത് ദൈവീകമായ കുറച്ച് മാസം കൂടെ കയറ്റിയപ്പോഴത്തേക്കും നമ്മുടെ കറുപ്പ് സിനിമയായി. ഹേ ഗായ്സ്, വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് നമ്മൾ കറുപ്പിന്റെ റിവ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. സോ ബേസിക്കലി RJ ബാലാജി, ഈ ഡയറക്ടറിനെ നമുക്കറിയാം, കുറേ നാളായിട്ട് ഒരുപാട് തരം സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂക്കുത്തി അമ്മൻ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയൊരു പടമാണ്. സോ ആ ഒരു സിനിമയിൽ കൂടെ അത്യാവശ്യം പോപ്പുലാരിറ്റിയിൽ എത്തി നിൽക്കുന്ന അദ്ദേഹം പിന്നെയും മറ്റ് പല ഫീൽഡുകൾ, കമൻട്രി പോലുള്ള പല ഫീൽഡുകളിലും ഫേമസ് ആണ്. അദ്ദേഹം സൂര്യയെ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റ് ചൊളിച്ചതാണ്, പലരും പുച്ഛിച്ചതാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ. സൂര്യയുടെ പിന്നെ ഒരു ഗോ ബാക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പലയിടത്തുനിന്നും. പക്ഷേ ഈ ഒരു സിനിമ ശരിക്കും സൂര്യയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. സൂര്യയുടെ കംബാക്ക് എന്ന് ഞാൻ പറയില്ല, കാരണം അദ്ദേഹം എല്ലാ സിനിമയിലും നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. സോ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തിരിച്ചു വരാൻ വേണ്ടിയൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടർ കൊടുത്തു എന്നുള്ളതാണ് RJ ബാലാജി ചെയ്തിട്ടുള്ളത്. കാരണം കറുപ്പസ്വാമി ആ ഒരു ദൈവമാണ്, അവരുടെ ആ നാട്ടുകാരുടെ ദൈവം. ഓരോ എന്താ പറയുക, അങ്ങനെ എന്തോ പറയും, ഓരോ ഏരിയയ്ക്കും ഓരോ ദൈവമുണ്ട്, ഓരോ കാവൽക്കാരൻ. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ കാവൽക്കാരനാണ് കറുപ്പസ്വാമി. സോ നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇന്ദ്രൻസിലൂടെയും അനഘയിലൂടെയും കഥ സ്റ്റാർട്ട് ചെയ്ത് അവർ രണ്ടുപേരും കൂടെ വരുന്നതും പിന്നെ കുറച്ച് അവരുടെ ഫാമിലിയിലെ കുറച്ച് പ്രോബ്ലംസും അത് കോർട്ടിലോട്ട് എത്തുന്നതും, അത് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് അവർ കോർട്ടിലോട്ട് എത്തുന്നതും പിന്നെ കോർട്ടിൽ നിന്ന് ന്യായം കിട്ടാതെ വരുന്നു. അപ്പോൾ പിന്നെ എന്താ നടക്കുക നമുക്ക് ഊഹിക്കാം. ആ ഒരു പരിപാടിയിലേക്ക് ദൈവത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഓ മൈ ഗോഡ് അക്ഷയ് കുമാറൊക്കെ വരുന്ന പോലെ. അതിൽ കുറച്ച് ശാന്തനാണെങ്കിൽ കറുപ്പസ്വാമി കുറച്ച് ടെററാണ്, വയലൻ്റ് ആണ്. സോ ആ ഒരു രീതിയിലാണ് നമ്മുടെ സൂര്യനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ സൂര്യ വരുന്നത് മുതൽ അത് സൂര്യ ആദ്യം ഒരു 40 മിനിറ്റത്തേക്ക് സൂര്യ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഗസ്. കുറേ നേരം സൂര്യ ഇല്ല, ബാക്കിയുള്ളവരെ വെച്ച് ഇങ്ങനെ സിനിമ പോവുകയാണ്. ബട്ട് അപ്പോഴും എൻഗേജിങ് ആണ്. ബട്ട് സ്റ്റിൽ സൂര്യ എവിടെയും നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ലോഞ്ച് അങ്ങ് വരികയാണ് സൂര്യയുടെ. അതും ഒരു രക്ഷയില്ല. ഈ ഗോസ്റ്റ് റൈഡർ, ശരിക്കും ഗോസ്റ്റ് റൈഡർ വൈബ് പിടിച്ചിട്ട് നല്ല രീതിയിൽ VFX വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു മോശമായി പോകുന്ന വെച്ചു, പക്ഷെ അല്ല, മിനിമം ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ VFX വർക്കിൽ കൂടെ ഒരു ഗോസ്റ്റ് റൈഡർ വൈബിൽ സൂര്യ വന്നിറങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് സൂര്യയുടെ അഴിഞ്ഞാട്ടമാണ് ത്രൂ ഔട്ട്. പിന്നെ ഇതിൽ എനിക്കൊരു എന്താ പറയുക, എന്ന് തോന്നിയത് RJ ബാലാജി കയറി അഭിനയിച്ച് കളഞ്ഞു. അതിനകത്തൊരു പ്രധാന ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് അദ്ദേഹമാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് മാത്രം എനിക്കൊരു ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിംഗ്. കാരണം അദ്ദേഹത്തിന് കോംപ്ലിക്കേറ്റഡ് ഇമോഷൻസ് അഭിനയിക്കാൻ അറിയില്ല. സങ്കടം, സന്തോഷം, ദേഷ്യം, ഓക്കെ. ബട്ട് ഇതിനിടയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റിയോടുള്ള നോട്ടം, അതൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു സൂര്യയുടെ പ്രസൻസ് വെച്ചിട്ട് അതെങ്ങനെ മാനേജ് ചെയ്തു. പിന്നെ അദ്ദേഹം നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമ കണ്ടിരിക്കാം, നമുക്ക് നല്ല രസമായിട്ട് കണ്ടിരിക്കാം. എസ്പെഷ്യലി ഒരു ഭയങ്കരമായിട്ട് പവർ പാക്ഡ് ഓഡിയൻസ് ഉള്ളൊരു തിയേറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പോയ തിയേറ്ററിൽ ഒരുപാട് സൂര്യ ഫാൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല സിനിമ എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സോ നല്ല വൈബ് അടിച്ച് കാണാൻ പറ്റി. പിന്നെ സിനിമ ഇങ്ങനെ തുടങ്ങിയ ഒരു ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന് പ്രത്യേക ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ചില പവേഴ്സൊക്കെ ലിമിറ്റഡ് ആവും. പിന്നീട് അതിൻ്റെ ഒരു റിവെഞ്ച്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. കഥ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് സ്പോയിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു ഫ്ലോയിൽ തന്നെയാണ് ഈ കഥ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു സ്പോയിലറോ ഒരു ട്വിസ്റ്റോ ഒന്നും തന്നെ വരുന്നില്ല, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും BGM ആണ്. BGM ഒരു രക്ഷയില്ല. സായി അഭയങ്കർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ ആ മറ്റേ കറുപ്പിൻ്റെ ബേസിക് തീമുണ്ട്. ഇതിനകത്ത് 2 പാട്ടാണുള്ളത്. ആ ഒരു പാട്ടുകളെ പല സ്ഥലത്തും പല രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഡൂഡിലെ മറ്റേ ഊരും ബ്ലഡിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട പോലെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ചില സീനുകളിലൊക്കെയുള്ള BGM ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ BGM വെച്ചിട്ട് നല്ല രീതിയിൽ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ്റർവെല്ലിൽ സലാറൊക്കെ പോലത്തെ കുറച്ച് പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ശിവതയ്ക്ക് ചെറിയ റോളാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സിനിമകളിൽ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇതിൽ കുറച്ചുകൂടെ റോളുണ്ട്. പിന്നെ തൃഷ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ നായികയ്ക്ക് പ്രാധാന്യമുള്ളൊരു സിനിമയല്ല, ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ചില പ്രധാന ആക്ടേഴ്സിൻ്റെയൊക്കെ റെഫറൻസ് വന്നു പോകുന്നുണ്ട്. ആ സീനിലൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. ഈ ഒരു RJ ബാലാജി ചെയ്തൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് നാളെടുത്ത് സോഷ്യൽ മീഡിയ ത്രൂ ഔട്ട് ഒന്ന് നോക്കി. ആൻഡ് അതിനകത്ത് കിട്ടുന്ന എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡ്സും എടുത്ത് അതിനെ എല്ലാം ഈ സിനിമയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലും സെൽഫായിട്ട് പോലും കളിയാക്കുന്ന രീതിയിൽ ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് അതെല്ലാം വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് കൈയടിക്കാൻ പറ്റും. ജനഗണമന എന്നിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ റെഫറൻസ്, പിന്നെ അല്ലാതെ ബെറ്റർ കോൾ സോളിൻ്റെ റെഫറൻസ്, പിന്നെ ഒരുപാട് റെഫറൻസ് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആസ്വാദന മികവ് പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ റിവീൽ ചെയ്യാതെ ഞാൻ പോവുകയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നൈസ് ആയിരിക്കും. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് പോകണമെങ്കിൽ അത്രയും ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല.
സോ നിങ്ങൾ ഈ ഒരു 4-5 ദിവസത്തിനുള്ളിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാന്താര ഒക്കെ ഒരു മാസ് മസാലയായിട്ട് വന്നിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്നുള്ള രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ സൂര്യയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ട് ഈ ഒരു ക്യാരക്ടറായിട്ട് വേറൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റെഫറൻസുകളും തമാശകളും ഇദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ആ കറുപ്പ് ആ ഒരു സ്വാമിയായിട്ട് തന്നെ പല രൂപങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. ഭയങ്കര കിടിലമാണോ അല്ല, പക്ഷെ നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് എന്താ പറയുക, കൈയടിക്കാം, വിസിലടിക്കാം, എല്ലാ സാധനവും ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് ആ ഒരു ഫുള്ളായിട്ട് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ ആരും പറഞ്ഞ് കേട്ടില്ല, പക്ഷെ ഞാൻ എടുത്തു പറയുകയാണ്, ഇന്ദ്രൻസിൻ്റെയും അനഘയുടെയും പെർഫോമൻസ് നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ മലയാളത്തിനെ വക്രീകരിച്ച് കാണിക്കുന്ന ഒരു പരിപാടി തമിഴിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. മലയാളത്തിന് നല്ല മലയാളത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു മലയാളം റൈറ്റേഴ്സ് ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടാവും, മലയാളത്തിന് നല്ല മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സാധനങ്ങളും പെർഫോമൻസസുകളും എല്ലാം കൊണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ് കറുപ്പ്. സോ ഐ എം വെരി ഹാപ്പി. ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. സൂര്യയുടെ നല്ലൊരു എന്താ പറയുക, സൂര്യയ്ക്ക് കുറേ നാളിന് ശേഷം നല്ലൊരു സിനിമ കിട്ടി, നല്ലൊരു ക്യാരക്ടർ കിട്ടി. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു സിനിമയിൽ കൂടെ കുറേ നാൾ ഡൗൺ ആയിരിക്കുകയായിരുന്നു. കങ്കുവ പൊട്ടി, പിന്നെന്താ പറയുക, മെട്രോ നല്ലൊരു സിനിമയായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലെ അഭ്യാസങ്ങൾ കാരണം അത് പൊട്ടി. അങ്ങനെ പൊട്ടി ഇരുന്ന ആ ഒരു മനുഷ്യന് തിയേറ്ററിൽ ഒരു 13 വർഷത്തിന് ശേഷമാണ് ഇത്രയും ഒരു ഗ്രാൻഡ് ഓഡിയൻസിൻ്റെ സെലിബ്രേഷനോടുകൂടി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സോ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.